ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് 10 വർഷം കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിർണായകമായ ശാസ്ത്ര മുന്നേറ്റം കൈവരിച്ചെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ISLൽ ഇന്ന് FC ഗോവ ബംഗളൂരു FC പോരാട്ടം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കി മുംബൈ. വാർത്തകൾ വിശദമായി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രതിജ്ഞാബദ്ധതയോടെയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷം കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി പദ്ധതി തെരുവോര കച്ചവടക്കാർക്ക് പുതുജീവനേകിയെന്നും ഗുണഭോക്താക്കളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. JLN സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. തെരുവോര കച്ചവടക്കാരുടെ ശാക്തീകരണത്തിനായി 2020 ജൂൺ 1 ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ 10,978 കോടി രൂപയുടെ വായ്പയാണ് ഇതിനകം വിതരണം ചെയ്തത്. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിന്റെ ഭാഗമായ 2 ഇടനാഴികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. കോവിഡ് के समय सबने देख लिया कि रेहड़ी पटरी वालों की ताकत क्या होती है. हमारे रेहड़ी पटरी वाले, ठेले वाले, सड़क किनारे दुकान चलाने वाले, ऐसे हर साथी का मैं आज इस उत्सव में हृदय से बहुत बहुत अभिनंदन करता हूं. രാജ്യത്തുടനീളമുള്ള ആദ്യ വോട്ടർമാരുടെ ആവേശം വ്യക്തമാക്കുന്ന വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കിട്ടു. ഇന്ത്യയുടെ നീളത്തിലും പരപ്പിലും യുവാക്കൾ മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ, എന്റെ ആദ്യ വോട്ട് രാജ്യത്തിനായി എന്ന് പറയുകയാണെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മോദി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വൻ സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടന്നുവരുന്നത്. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഈ വർഷം ജനുവരിയിൽ അധികാരമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ ഡൽഹി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഭൂട്ടാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അദ്ദേഹം മുംബൈ സന്ദർശിക്കും. പൌരത്വ ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ലെന്ന മുൻ നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമപരമായ തുടർ നടപടികൾക്ക് സംസ്ഥാനം തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രം ധൃതി പിടിച്ച് ചട്ടങ്ങൾ പുറത്തിറക്കിയതായും കുറ്റപ്പെടുത്തി. വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങളെ സർക്കാർ അതീവ ഗൌരവത്തോടെ കാണുന്നെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി വാട്ടർ മെട്രോയുടെ മുളവുകാട് നോർത്ത്, സൌത്ത്, ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചു. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലോക ശ്രദ്ധ ലഭിച്ചതായി അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. ഇതിനോടകം 17 ലക്ഷം പേര് ഈ സേവനം ഉപയോഗിച്ച് കഴിഞ്ഞതായി പറഞ്ഞ മുഖ്യമന്ത്രി കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അധിക സർവീസുകൾ ആരംഭിക്കുന്നതെന്നും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കഴിഞ്ഞ ദശകത്തിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റങ്ങളിൽ ഇന്ത്യ വഹിച്ച പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ്. പൊതുജനാരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം ലോകത്തിനാകെ മാതൃകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് വാക്സിനുകൾ ലഭ്യമാക്കുന്നത് വഴി ഇന്ത്യ ഇന്ന് ആഗോള ആരോഗ്യ മേഖലയുടെ നേതൃസ്ഥാനത്തെത്തിയിരിക്കുകയാണെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ എ ഡെക്കേഡ് ഓഫ് സയൻസ് ടെക്നോളജി പനോരമ ഫോർ ആത്മനിർഭർ ഭാരത് എന്ന റിപ്പോർട്ട് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ചന്ദ്രയാൻ, ആദിത്യ L1 എന്നീ ദൌത്യങ്ങളെ പരാമർശിച്ച് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ മികവിനെക്കുറിച്ച് പറഞ്ഞ മന്ത്രി വരാനിരിക്കുന്ന ഗഗൻയാൻ ദൌത്യം രാജ്യത്തിന്റെ യശസ് ഉയർത്തുമെന്നും അഭിപ്രായപ്പെട്ടു. ജൻധൻ ആധാർ മൊബൈൽ പദ്ധതി, ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുന്നേറ്റങ്ങൾ, വാക്സിൻ വികസനം, 4G, 5G സാങ്കേതിക വിദ്യയുടെ പ്രചാരണം, നവവിദ്യാഭ്യാസ നയം എന്നിങ്ങനെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ കൈവരിച്ച നിരവധി നേട്ടങ്ങളെ അവതരിപ്പിക്കുന്നതാണ് റിപ്പോർട്ട്. കൂടാതെ രാജ്യത്തെ അൾട്രാ മെഗാ സൗരോർജ്ജ പദ്ധതികളും സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗതിശക്തി പദ്ധതിയുമടക്കം റിപ്പോർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വികസിത് ഭാരത് അംബാസിഡർ ക്യാമ്പസ് സംഭാഷണത്തിന്റെ ഭാഗമായി IIT ഗുവാഹത്തിയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വടക്കുകിഴക്കൻ മേഖലയിൽ വളർച്ചയ്ക്ക് വൻ സാധ്യതയുണ്ടെന്നും ഇവിടുത്തെ യുവാക്കൾ ഊർജ്ജസ്വലരാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകത്തിലെ റോഡ് വികസന പദ്ധതികൾക്കായി 1385 കോടി രൂപ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അനുവദിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കുന്നതിനോടൊപ്പം കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും സാമൂഹിക സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ 435 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള 31 സംസ്ഥാന റോഡ് പദ്ധതികൾക്കായി 850 കോടി രൂപയും അനുവദിച്ചു. INDI സഖ്യം കർഷകരുടെ ശബ്ദമാകുമെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ കർഷക റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക വായ്പ എഴുതിത്തള്ളൽ, വിള ഇൻഷുറൻസ് പദ്ധതികളുടെ പുനഃക്രമീകരണം, കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ കർഷകർക്ക് അനുകൂലമാക്കുക, കൃഷിയെ GSTയിൽ നിന്നും ഒഴിവാക്കൽ തുടങ്ങിയ നടപടികൾ ഉണ്ടാകുമെന്നും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. റാലിയിൽ NCP SP തലവൻ ശരത് പവാർ, ശിവസേന UBT MP സഞ്ജയ് റൌട്ട് എന്നിവരും പങ്കെടുത്തു. പഞ്ചാബിലെ 13 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു. പാർട്ടി പ്രതിനിധികൾ പുറത്തുവിട്ട പട്ടിക പ്രകാരം അമൃത്സറിൽ നിന്നും കുൽദീപ് സിംഗ് ധാലിവാൾ, ജലന്ധറിൽ നിന്നും സുശീൽ കുമാർ റിങ്കു, ഭട്ടിൻഡ ലോക്സഭാ സീറ്റിൽ നിന്നും ഗുർമീത് സിംഗ് ഖുദിയാൻ എന്നിവരായിരിക്കും മത്സരിക്കുക. ഇന്ത്യയുടെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഫെബ്രുവരിയിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 0.20% എത്തി. ഈ വർഷം ജനുവരിയിൽ ഇത് 0.27%. വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിലെ ഭക്ഷ്യവിലക്കയറ്റം 6.95% വർദ്ധിച്ചു. പച്ചക്കറി വിലക്കയറ്റം 19.78%. ജനുവരിയിലെ 16.06% നിന്നും ഫെബ്രുവരിയിൽ പയർവർഗ്ഗങ്ങളുടെ വിലക്കയറ്റം 18.48%. യുവാക്കളെ ശാക്തീകരിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികളിലൂടെ ഇന്ത്യ റഷ്യ ബന്ധം ഊട്ടിയുറപ്പിക്കുമെന്ന് ഡൽഹിയിലെ റഷ്യൻ എംബസി. ഈ മാസം ആദ്യം റഷ്യയിലെ സോച്ചിയിൽ വെച്ച് നടന്ന ലോക യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധികൾക്കായി റഷ്യൻ എംബസി നടത്തിയ പരിപാടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒഡീഷ ലളിതകലാ അക്കാദമി ദുബായിൽ ഒഡീഷ ആദിവാസി കലാകാരന്മാരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒഡീഷയിൽ നിന്നുള്ള 15 പ്രശസ്ത ആദിവാസി കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. ഗോത്ര കലാരൂപങ്ങളുടെ പ്രദർശനം കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കുന്നുണ്ട്. ISLൽ FC ഗോവ ബംഗളൂരു FC മത്സരം ആരംഭിച്ചു. ഗോവ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം മുംബൈക്ക്. വിദർഭയെ 169 റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ രഞ്ജി ട്രോഫി സ്വന്തമാക്കിയത്. മുംബൈയുടെ 42ാം രഞ്ജി ട്രോഫി കിരീടമാണ് ഇത്. 538 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വിദർഭയെ മുംബൈ സ്പിന്നർമാർ 368-ന് പുറത്താക്കി. രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഷീർ ഖാനെ മാൻ ഓഫ് ദി മാച്ചായും സ്പിന്നർ തനുഷ് കോട്ടിയൻ പരമ്പരയിലെ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഇന്ത്യയുടെ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ അൻ സെ യങ്ങിനോട് പരാജയപ്പെട്ടു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ വനിതാ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അശ്വിനി പൊന്നപ്പ, തനിഷ ക്രസ്റ്റോം സഖ്യം ചൈനീസ് സഖ്യവുമായി ഏറ്റുമുട്ടും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നും പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി സഖ്യവും ഇന്ന് പോരാട്ടത്തിനിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് 10 വർഷം കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിർണായകമായ ശാസ്ത്ര മുന്നേറ്റം കൈവരിച്ചെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.
പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ISL-ൽ ഇന്ന് FC ഗോവ ബംഗളൂരു FC പോരാട്ടം. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കി മുംബൈ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.